ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതിന് മുന്നിട്ട വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തത് കണ്ടു. 2K അടിച്ചതിലെ ലോങ് വീഡിയോ ഇട്ടൂടെ പറഞ്ഞിട്ട്. അതിനുള്ള മറുപടി ഞങ്ങൾക്ക് ആ വീഡിയോൻ്റെ ആദ്യത്തിൽ തന്നെ പറഞ്ഞതാ. എന്നിട്ടും നിങ്ങൾ ഈ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. പക്ഷേ ഇതിൽ നല്ലൊരു കാര്യം എന്താ വെച്ചാൽ, ഒരു ബ്രോ ഓപ്പിമിസ്റ്റോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു, ആ ബ്രോ എനിക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു സ്റ്റുഡൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. താങ്ക് യു ബ്രോ. പിന്നെ അതിൽ രസം എന്താ വെച്ചാൽ, വേറൊരു ബ്രോ എൻജിനീയറിങ്ങിന് പഠിക്കണ തന്നെ വേറൊരു ബ്രോ മച്ചാനറിയാം എൻജിനീയറിങ്ങിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും. അതാ കമൻറ്റിൽ പറയുന്നുണ്ട്. എന്നിട്ട് പോലും എന്നോട് ലോങ് വീഡിയോ ഇടാൻ പറഞ്ഞു. എന്ത് പോലൊക്കെ കാട്ടുക. ആ ബ്രോ എങ്ങാനും എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് വല്ല ചൂരലും വാങ്ങി അവനെ അടിച്ചിട്ടുണ്ടാവും. വെറുതെ പറഞ്ഞാട്ടോ ബ്രോ. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ മുന്നത്തെ വീഡിയോ കാണുക, ഇല്ലെങ്കിൽ ഒരു തേങ്ങയും മനസ്സിലാകാൻ പോണില്ല. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പ്രപ്പോസൽ സീന് കണ്ടു. അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗ്യൂവിൻ്റെ മുഖം ഡള്ളാവണത് കണ്ടു. അതിന് ശേഷം ഗ്യൂ ഓരോന്ന് ഇമാജിൻ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. അവസാനം ഗ്യൂവിൻ്റെ ലൗകിലാണ് നമ്മളിങ്ങനെ നിർത്തിയത്. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി നോക്കാം. നേരെ വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ഇപ്പം തന്നെ ചെയ്തോ, അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ മറന്നു പോകും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കാണിക്കുന്നത് അക്കാഡമിയുടെ അടുത്തുള്ള ഏതോ ഒരു ഹോട്ടലിലത്തെ റിസപ്ഷൻ റൂമാണ്. ഓ, മൂവായി ഓൺ ഫിസിക്കൽ റീസ്റ്റോറേഷൻ ചെയ്തോ? അതുമാത്രമല്ല, യോവുണിന് അവളുടെ ലോയാലിറ്റിയും കിട്ടി. ഇത് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. യങ്ലോട്ട്, നിങ്ങൾക്ക് എന്താണ് എന്നോട് ചോദിക്കേണ്ടത്? 70 വർഷം മുമ്പ് ആ 6th എക്സാമിനേഷൻ പാസ്സായ വ്യക്തിയുടെ പേരൊന്ന് എന്നോട് പറയാൻ സാധിക്കുമോ നിങ്ങൾക്ക്? 70 വർഷങ്ങൾക്ക് മുമ്പ് 6th എക്സാമിനേഷൻ പാസ്സായ ആളോ? ഇത് നിങ്ങൾ എന്തിനാണ് അറിയുന്നതെന്ന് ഞാനൊന്ന് ചോദിച്ചോട്ടെ? അത് ഞാൻ പറഞ്ഞു തരാം. 10th എൽഡർ സർ ലീക്ക് ഒക്കെ വിവരിച്ചു കൊടുത്തു. ആ നെയിംലെസ് പേഴ്സണ് ഡിമോണിക് ലോഡിൻ്റെ സോഡ് ആർട്ട് മാസ്റ്റർ ചെയ്തുവെന്നോ? എന്താ സാർ കാര്യം? 70 വർഷങ്ങൾക്ക് മുമ്പ് 6th എക്സാമിനേഷൻ പാസ്സായ ആ വ്യക്തി നമ്മുടെ മുന്നത്തെ പാട്രിയാർക്കായ ഇഞ്ചിച്ചിയോണാണ്. എന്ത്? എൻ്റെ ഗ്രാൻഡ് ഫാദറോ? മുമ്പുണ്ടായിരുന്ന പാട്രിയാർക്ക് ഇഞ്ചിച്ചിയോൺ യോവിൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു. ലാസ്റ്റ് 500 വർഷത്തെ പാട്രിയാർക്സിനെ എടുത്ത് നോക്കിയാലും അദ്ദേഹമായിരുന്നു ഗ്രേറ്റസ്റ്റ് മാർഷൽ ആർട്ടിസ്റ്റ്. മുരീം അലയൻസും ഈവിൽ ഫാക്ഷനും തമ്മിലുള്ള വാറിൽ അദ്ദേഹം തോക്കുകയേ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഈ വിജയങ്ങളൊക്കെ ഡിമോണിക് കൾട്ടിനെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ സഹായിച്ചു. ഞാൻ കേട്ടത് ഗ്രാൻഡ് ഫാദർ 20 വർഷങ്ങൾക്ക് മുമ്പ് മിസ്സായി എന്നാണ്. അപ്പോൾ പിന്നെ ഈ നെയിംലെസ് പേഴ്സൺ ആരാണ്? ആ പേഴ്സൺ മാസ്റ്റർ ചെയ്ത അൾട്ടിമേറ്റ് സോഡ് ടെക്നിക്ക് നമ്മുടെ പാട്രിയാർക്കിൻ്റെ ക്വാർട്ടേഴ്സിലും അക്കാഡമിയുടെ അണ്ടർഗ്രൗണ്ട് ലൈബ്രറിയിലും ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഈ 2 ടെക്നിക്കും മാസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പാട്രിയാർക്കിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് ആക്സസും ഉണ്ടാവണം, 6th എക്സാമിനേഷൻ പാസ്സായിട്ടും ഉണ്ടാവണം. നോക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു കാഹളം മുഴങ്ങി. എന്ത്? ഇത് എൽഡൻ ഹേൺ പ്രഡിക്റ്റ് ചെയ്തതിനേക്കാളും 2 ആഴ്ച മുന്നേ ആണല്ലോ. നമ്മളെ കാണിക്കുന്നത് ഡിമോണിക് കൾട്ടിൻ്റെ ഈസ്റ്റ് ഗേറ്റാണ്. ജനങ്ങളൊക്കെ ആർപ്പൊളിക്കാൻ തുടങ്ങി. അതാ നമ്മുടെ പാട്രിയാർക്ക് തിരിച്ചെത്തിയെന്നും പറഞ്ഞിട്ട് എല്ലാവരും പാട്രിയാർക്കിന് ആശംസകളിങ്ങനെ അറിയിക്കാൻ തുടങ്ങി. കണ്ടിട്ട് ഇനിയാണ് ശരിക്കുള്ള യുദ്ധം തുടങ്ങാൻ പോകുന്നതെന്നാണ് തോന്നുന്നത്. വെയിറ്റ്, സർ സിയോബ് മാങ്, അദ്ദേഹത്തിൻ്റെ വലത്തേ കണ്ണിത് എന്ത് പറ്റിയതാ? അദ്ദേഹത്തിനെ കാണുമ്പോൾ ആകെ ക്ഷീണിച്ച് നിൽക്കണ പോലെ ഉണ്ട്. സർ സിയോബ് മാങ് ആണെങ്കിൽ ശരിക്കൊരു റിഫൈൻഡ് ആയിട്ടുള്ള മാർഷൽ ആർട്ടിസ്റ്റാണ്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റിയത്? അവരുടെ ഈ യാത്രയിൽ ശരിക്കും എന്താ സംഭവിച്ചത്? അത് സിയോബ് മാങ് മാത്രമല്ല യങ് ലോഡ്. 3rd എൽഡറിനെ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ 4th എൽഡറും അതിൻ്റെ താഴേക്കുള്ള എല്ലാവരും ആകെ അടി കിട്ടി അവശരായിട്ടാണ് വന്നിട്ടുള്ളത്. 5th എൽഡർ സോയു ഹാങ്ങിനാണെങ്കിൽ ലെഫ്റ്റ് ആമും നഷ്ടപ്പെട്ടു. അതിൻ്റെ ഒക്കെ മേലെ ഒരു എൽഡർ മിസ്സിംഗ് ആണിതിൽ. അത് കേട്ടപ്പോൾ ഗ്യൂവിന് പെട്ടെന്ന് പേടിയായി. അതിനി എൻ്റെ ഗ്രാൻഡ് ഫാദർ വല്ലതും ആണോ? നോക്കുമ്പോൾ ഗ്യൂവിൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ഈ കുതിരപ്പുറത്തിരുന്ന് എല്ലാവർക്കും ടാറ്റ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ, എന്തൊരാശ്വാസം. അദ്ദേഹം കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അദ്ദേഹത്തിന്. അത് 7th എൽഡറാണ്, ഷീൽഡഡ് ബ്രൈറ്റ് സേബർ സെക്ടത്തെ സിയോൺ ഉങ് ഗോങ്. അദ്ദേഹത്തിന് എനിക്കിവിടെ കാണാനേ കഴിയണില്ല. എന്തായാലും അദ്ദേഹത്തിന് എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയും. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഷാഡോ സെക്ടത്തെ ചീഫിനെയാണ്. എനിക്കിവിടെ എൻ്റെ സിസ്റ്ററിനെയും ഷാഡോ സെക്ടത്തെ ചിൽഡ്രൻസിനെയും ആരെയും കാണാൻ സാധിക്കണ്ടല്ലോ. അവരൊക്കെ എവിടെ? ഇതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നുന്നു. എന്താ അത്? നോക്കുമ്പോൾ പെട്ടെന്ന് കുറേ ആൾക്കാർ പണ്ടത്തെ ടൈപ്പില്ല ഒരു പോസ്റ്ററില്ലേ അതും തൂക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. മുരീം അലയൻസോ?
കഴിഞ്ഞ തവണയും അവരുടെ അപേക്ഷകളൊക്കെ ഇവിടെ വന്നതല്ലേ. പക്ഷേ ഇത്തവണ അവരിൽ കൂടുതൽ ആൾക്കാരുണ്ട്. നോക്കുമ്പോൾ എല്ലാവരും അവരെ ബൂ ചെയ്യാനും പോവാനൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. മുരിമലയൻസോ? കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോകുന്നതെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്കറിയോ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന്? ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര സീക്രട്ടായിരുന്നു. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഡിമോണിക്കൾട്ട് മുരീം അലയൻസുമായിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. എന്ത്? മുരീം അലയൻസുമായിട്ടോ? പിന്നെ നമ്മളെ കാണിക്കുന്നത് ഡിമോണിക്കൾട്ടത്തെ ഗ്രാൻഡ് ഹാളാണ്. ഇനി നമ്മുടെ 9th എൽഡറിന് ഗ്രാൻഡ് ഹാളിലോട്ട് പ്രവേശിക്കാം. വെൽക്കം. നിങ്ങളെ കണ്ടിട്ട് കുറേ നാളായി എൽഡർ സാമ. നിങ്ങളെ കണ്ടതിലും വളരെ സന്തോഷം. ആ 3 എൽഡേഴ്സും ലേറ്റാണ്. നമ്മളൊന്നും കൂടി മനസ്സിലാക്കണം. പോയിസൺ സെക്ടത്തെ ചീഫ് സുഖമില്ലാത്തൊരാളാണ്. അവർ ചിരിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. ഇനി 9th എൽഡറിനും 11th എൽഡറിനും 12th എൽഡറിനും ഗ്രാൻഡ് ഹാളിലോട്ട് പ്രവേശിക്കാം. അവന് റാങ്ക് കുറഞ്ഞതിന് ശേഷം ലോവർ എൽഡേഴ്സുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്ന തിരക്കിലായിരിക്കും അവൻ. പെട്ടെന്ന് നോക്കുമ്പോൾ അവരാരും പ്രതീക്ഷിക്കാതെ യോണ് അവിടേക്ക് കടന്നു വരാൻ തുടങ്ങി. ഇത് കണ്ടപ്പോഴാണെങ്കിൽ അവരെല്ലാവരും ശരിക്കും ഞെട്ടി. ഇവനെന്താ ഇവിടെ എന്ന രീതിക്ക്. എന്ത്? ഇവനെന്താ ഇവിടെ ചെയ്യുന്നത്? ഗ്രീറ്റിംഗ്സ് മൈ ഫെല്ലോ എൽഡേഴ്സ്. ഞാനാണ് പുതിയ 12th എൽഡർ യോവൺ ചിയോൺ. എന്ത്? 12th എൽഡറോ? അപ്പോൾ അതിനർത്ഥം അവൻ 6th എക്സാമിനേഷൻ പാസ്സായി എന്നാണോ? ഓ, അതുകൊണ്ടാണല്ലേ പോയിസൺ സെക്ടത്തെ ഒരാളെ ഞാൻ കാണാതിരുന്നത്. നോക്കുമ്പോൾ അവരുടെ അടുത്തു നിന്നൊക്കെ ഒരു വീഷ്യസ് ആയിട്ടുള്ള എനർജി ഇങ്ങനെ പുറപ്പെടാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് അതല്ലേ യോൺ ചിയോൺ. അവനാണ് എൻ്റെ ഗ്രാൻഡ് സണിൻ്റെ കൈ മുറിച്ചു മാറ്റിയത്. അവന് വെറൊരു സർവനിൻ്റെ മകൻ മാത്രമാണ്. എന്നിട്ട് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവൻ ഇവിടെ കാലുകുത്തും. ഞങ്ങളിൽ ഒരാളായി നിന്നെ എപ്പോഴെങ്കിലും ഞങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഉറപ്പ് തരുന്നു, ഇവിടെ ഒരാളും നിന്നെപ്പോലത്തെ ഒരു ബ്രാറ്റിനെ എൽഡറായിട്ട് അംഗീകരിക്കുകയില്ല. ഗ്രീറ്റിംഗ്സ് എൽഡർ ചിയോൺ. ഞാൻ ഡീമൺ ഫിസ്റ്റ് സെക്ടത്തെ ചീഫായ വാങ് ഹ്യോൺ കോ. നിങ്ങളെ കണ്ടതിൽ സന്തോഷം. പിന്നെ നോക്കുമ്പോൾ ഓരോരുത്തരായി വന്ന് യോവണിനെ പരിചയപ്പെടാനും ഗ്രീറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും യോവണിനെ ഗ്രീറ്റ് ചെയ്തു. ഈ ജെർക്കൊക്കെ അവർ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് അവർ നമുക്ക് എതിരെ തിരിയുകയാണെന്നാണോ പറയണത്? കണ്ടിട്ട് വാങ്ഹ്യൂലും ഹിയോബോങ്ങും അക്കാഡമിയിൽ നിന്ന് പുറത്തായ എൻ്റെ മറ്റുള്ള ഫോളോവേഴ്സൊക്കെ ഇതിൻ്റെ പിന്നിൽ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഞങ്ങളൊന്ന് മാറി നിന്നപ്പോഴേക്കും എന്താണ് ഇവിടെ സംഭവിച്ചത്? നമുക്കെപ്പോൾ വേണമെങ്കിലും പറത്തി കളയാൻ പറ്റുന്ന ഒരു ഈച്ചനെ പോലെയായിരുന്നു അവൻ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവൻ ഇങ്ങനത്തെ ഒരു പൊസിഷനിക്ക് ഉയർന്നു വരുന്നു. ഇതൊരിക്കലും ഞങ്ങൾക്ക് നല്ലൊരു കാര്യമല്ല. ആ നാശം പിടിച്ച യോൺ ചിയോൺ. പിന്നെ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് പാട്രിയാർക്ക് ആ ഗ്രാൻഡ് ഹാൾക്ക് വരുന്നതാണ്. അദ്ദേഹം വന്നിട്ട് നേരെ അദ്ദേഹത്തിൻ്റെ ചെയറിലുണ്ടിരുന്നു. എല്ലാവരും അദ്ദേഹത്തിനെ വിഷ് ചെയ്യാൻ തുടങ്ങി. ശേഷം അദ്ദേഹം കൈപൊക്കി അത് നിർത്താൻ വേണ്ടി പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും സീറ്റിലിരിക്കാം. യോണ് സീറ്റിലിരിക്കാൻ പോയപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിച്ചത്. എന്താ ഇത്? നമ്മുടെ പാട്രിയാർക്കിൻ്റെ ബ്രീത്തിങ് നോർമലായിട്ടല്ലല്ലോ. അദ്ദേഹം ഇൻറ്റേർണൽ വോൺസ് കൊണ്ട് ബുദ്ധിമുട്ടി നിൽക്കുകയാണോ? പക്ഷേ ജഡ്ജ് ചെയ്യുമ്പോൾ മറ്റുള്ള എൽഡേഴ്സിനെ പറ്റി ഇഞ്ചുറിയുടെ അത്രയൊന്നും അദ്ദേഹത്തിന് ഒരിക്കലും പറ്റിയിട്ടില്ല എന്ന് ഉറപ്പാണ്. നോക്കുമ്പോൾ അപ്പോഴാണ് സർ സിയോ മാങ് യോണിനെ ശ്രദ്ധിക്കണത്. വെയിറ്റ്, ഇതെന്താ? അവനെന്താ ഇവിടെ ചെയ്യുന്നത്? എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനേ കഴിയണില്ല. അവൻ്റെ ഓറ എത്രത്തോളം റിഫൈൻഡ് ആയിട്ടുണ്ട്. കണ്ടിട്ട് അവനിപ്പോൾ എന്നെ മറികടക്കുന്ന ലെവലിൽ എത്തിയിട്ടുണ്ട്. കണ്ടിട്ട് അവനെൻ്റെ ശിഷ്യനായപ്പോൾ ഞാൻ അവനെ കുറ്റപ്പെടുത്തിയ പോലെ ഇനി എനിക്ക് അവനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. നോക്കുമ്പോൾ പെട്ടെന്നായിരുന്നു പാട്രിയാർക്ക് യോവണിനെ അങ്ങനെ നോക്കാൻ തുടങ്ങിയത്. ആ നോട്ടം തന്നെ ഭയങ്കരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ നോട്ടം ഒരു സോഡ് തുളച്ച് കയറുന്നത് പോലെ ഉണ്ട്. അദ്ദേഹത്തിന് എന്താ ഇവിടെ സംഭവിച്ചതെന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ അദ്ദേഹം എന്തായാലും ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീറ്റിംഗ് തുടങ്ങാം. 9th എൽഡർ പാട്രിയാർക്ക് ഇവിടെ ഇല്ലാത്തുമ്പോൾ ഇവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ റിപ്പോർട്ട് നൽകൂ. യെസ് സർ. 9th എൽഡർ ആണെങ്കിൽ ഓരോ കാര്യങ്ങളായിട്ട് വിശദീകരിക്കാൻ തുടങ്ങി. ഷാഡോ സെക്റ്റും പോയിസൺ സെക്റ്റും തമ്മിൽ ഫൈറ്റ് കാരണം കൊണ്ട് തന്നെ ഇന്ന് അവരിൽ ഒരു മെമ്പേഴ്സും ജീവനോടെ ഇല്ല. എന്ത്? അതൊക്കെ സംഭവിച്ചത് നമ്മളെ പാട്രിയാർക്കിൻ്റെ ഒപ്പം ഈ യാത്ര പോയപ്പോഴാണോ? ഷാഡോ സെക്റ്റിൽ ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാവരും മരിച്ചു പോയിന്നോ? അതുമാത്രമല്ല പോയിസൺ സെക്റ്റാണെങ്കിൽ കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ടായി.
ഇതൊക്കെ സംഭവിച്ചത് ആ 6 മെയിൻ സെക്ടത്തെ പിൻഗാമികളുടെ അക്കാഡമിയിലെ ഫൈറ്റ് കാരണം കൊണ്ടാണെന്നോ?